പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വരുന്ന സിവിൽ പോലീസ് ഓഫീസർ, LD ക്ലർക്ക്, യൂണിവേഴ്സിറ്റി LGS, ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്കൊക്കെ ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പരീക്ഷകളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് തന്നെ കിടക്കാം. നിയമാനുസൃതമല്ലാത്ത റിക്രൂട്ട്മെന്റുകൾ, വിസ തട്ടിപ്പ്, മനുഷ്യക്കടത്ത് എന്നിവയ്ക്ക് തടയിടുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ശുഭയാത്ര കേട്ടോ. അപ്പൊ എന്താണ് ഓപ്പറേഷൻ ശുഭയാത്ര എന്ന് പറഞ്ഞാൽ, നിയമാനുസൃതമല്ലാത്ത വിസ തട്ടിപ്പുകളും അതുപോലെ തന്നെ നിയമാനുസൃതമല്ലാത്ത റിക്രൂട്ട്മെന്റുകളും മനുഷ്യക്കടത്തും ഒക്കെ തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ശുഭയാത്ര. എന്താണ് ഓപ്പറേഷൻ ശുഭയാത്ര? അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാതൃത്വത്തിന്റെ കവിയത്രി എന്നറിയപ്പെടുന്നതാണ് ബാലാമണി അമ്മ കേട്ടോ. മാതൃത്വത്തിന്റെ കവിയത്രി എന്നറിയപ്പെടുന്ന ആരെയാണ്? ബാലാമണി അമ്മ. ബാലാമണിയുടെ അമ്മയുടെ 113ാമത്തെ ജന്മദിനത്തില് ഗൂഗിൾ എന്ത് ചെയ്തു? ഡൂഡിലൂടെ ആദരവ് അർപ്പിച്ചു കേട്ടോ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ഏത് കവയത്രി അല്ലെങ്കിൽ കവിയത്രിയുടെ 113ാമത്തെ ജന്മദിനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഗൂഗിള് ഡൂഡിലൂടെ ആദരിച്ചതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാരുടെയാണ്? ബാലാമണി അമ്മയുടെ എന്താണ് ജന്മദിനത്തിലാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് ഇന്നോവേഷൻ അവാർഡ് ലഭിച്ചത് ആർക്ക് അല്ലെങ്കിൽ ഏത് സംഘടന, ഏത് ഏജൻസിക്കാണെന്നാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കുക, സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് ഇന്നോവേഷൻ അവാർഡ് ലഭിക്കുന്ന ആർക്കാണ്? കൈറ്റിനാണ് കേട്ടോ, കൈറ്റിനാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് ഇന്നോവേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് കൈറ്റിനാണെന്ന് അറിഞ്ഞിരിക്കുക. ആർക്കാണ്? കൈറ്റിനാണ്. അടുത്ത ചോദ്യം ഇതാണ്, BCCIയുടെ എത്തിക്സ് ഓഫീസർ അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ ആയിട്ട് നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ വിനീത് സരനാണ് കേട്ടോ. വിനീത് സരൻ. ഓക്കെ, വിനീത് സരനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ BCCIയുടെ എത്തിക്സ് ഓഫീസർ ആൻഡ് ഓംബുഡ്സ്മാൻ ആയിട്ട് നിയമിക്കുന്നത് വിനീത് സരനാണെന്ന് അറിഞ്ഞിരിക്കുക. വിനീത് സരൻ. ഓക്കെ, അടുത്ത ചോദ്യമാണ്, നൂറുൽ ഇസ്ലാം സെന്ററും അതുപോലെ തന്നെ നിംസ് മെഡിസിറ്റിയും ഏർപ്പെടുത്തിയ 2022 APJ അവാർഡ് നേടിയത് നമ്മുടെ മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ടെസ്സി തോമസ് ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, നൂറുൽ ഇസ്ലാം സെന്ററും അതുപോലെ തന്നെ നിംസ് മെഡിസിറ്റിയും കൂടി ഏർപ്പെടുത്തുന്നതാണ് എന്ത്? APJ അബ്ദുൽ കലാം അവാർഡ്. APJ അവാർഡ് ഇത് 2022 ലഭിച്ച വ്യക്തിയാണ് ആര്? ടെസ്സി തോമസ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് ആണ്, ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലെ തീം മ്യൂസിക് ഒരുക്കിയ സംഗീതജ്ഞനാണ് മോണ്ടി നോർമൻ. അപ്പൊ മോണ്ടി നോർമൻ ഏത് ഫീൽഡുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? സംഗീതജ്ഞനാണ് കേട്ടോ, സംഗീതജ്ഞൻ. ഓക്കെ, അപ്പൊ ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലെ തീം മ്യൂസിക് ഒക്കെ ഒരുക്കിയ മ്യൂസിക് ഡയറക്ടറാണ് ആര്? നമ്മുടെ മോണ്ടി നോർമൻ എന്ന് പറയുന്നത്. അപ്പോൾ മോണ്ടി നോർമൻ ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഒന്നിൽ നിങ്ങൾക്ക് സിനിമ എന്ന് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഗീതം എന്ന് എഴുതാം കേട്ടോ. സിനിമ അല്ലെങ്കിൽ സംഗീതമാണ് മോണ്ടി നോർമൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആയതുകൊണ്ടാണ് അത് പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം അയൺ ബാറ്ററി സെല്ല് വികസിപ്പിച്ച കമ്പനിയാണ് ഓല ഇലക്ട്രിക് കേട്ടോ. ഓല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓലയിലെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലിഥിയം അയൺ ബാറ്ററി സെല്ല് വികസിപ്പിച്ചെടുത്ത കമ്പനി എന്ന് ചോദിച്ചാൽ അത് ഓല ഇലക്ട്രിക് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓല ഇലക്ട്രിക് ആണ്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? റെനിൽ വിക്രമസിംഗെയാണ് അല്ലെ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാണ്? റെനിൽ വിക്രമസിംഗെയാണ്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആണ് റെനിൽ വിക്രമസിംഗെ. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു എത്രാമത്തെ രാഷ്ട്രപതിയാണ്? ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അടുത്ത് ഹെൻലി എന്നാണ്. ഇത് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളിൽ ഇന്ത്യയുടെ സ്ഥാനം 87 ആണെന്ന് അറിഞ്ഞിരിക്കുക. 87 ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് വെച്ചാൽ 87 ആണ്. ഒന്നാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ് കേട്ടോ. ഒന്നാം സ്ഥാനത്ത് ജപ്പാനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യയിലേക്ക് ചീറ്റപ്പുലികളെ കൊണ്ടുവന്നത്? അത് നമ്മൾ അറിഞ്ഞതാണ്, നമീബിയ എന്നാണ് അല്ലെ. നമീബിയൻ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ മധ്യപ്രദേശിലെ കുനു നാഷണൽ പാർക്കിലാണ് എന്ത് ചെയ്യുന്നത്? നമീബിയയിൽ നിന്ന് ഈ ചീറ്റപ്പുലികളെ കൊണ്ടുവന്നിട്ടുള്ളത് കുനു നാഷണൽ പാർക്കിലേക്കാണ് അല്ലെ. അപ്പൊ ഏത് രാജ്യത്തു നിന്നാണ് ഈ ചീറ്റപ്പുലികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ നമീബിയ എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. നമീബിയ. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാമോ? ദിനേശ് ഗുണവർദ്ധനയാണ്. ശ്രീലങ്കയുടെ രാഷ്ട്രപതി ആരാണെന്ന് നമ്മൾ പറഞ്ഞു? റെനിൽ വിക്രമസിംഗെയാണ് പുതിയ പ്രസിഡന്റ്
പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാണ് ദിനേശ് ഗുണവർദ്ധന. 2021 നിതി ആയോഗ് ഇന്നൊവേഷൻ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 8ാം സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ 2021 തൊട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ പഠിച്ചു തന്നെ പോകണം കേട്ടോ. അപ്പോൾ 2021 നിതി ആയോഗ് ഇന്നൊവേഷൻ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ അത് 8ാം സ്ഥാനമാണ്. അതിൽ 1ാം സ്ഥാനമുള്ള ആർക്കാണ്? കർണാടകയ്ക്കാണ് കേട്ടോ. 21 നിതി ആയോഗ് ഇന്നൊവേഷൻ സൂചികയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡാണ് കേട്ടോ. ചണ്ഡീഗഡാണ്. 21 നിതി ആയോഗ് ഇന്നൊവേഷൻ സൂചികയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് മണിപ്പൂരാണ് കേട്ടോ. അപ്പൊ ഇത് 21 കാര്യമാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 22ഉം 23ഉം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റുകൾ നിങ്ങൾ കളയരുത്. കാര്യം 2017 തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പോയിന്റുകളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ 21 നിതി ആയോഗ് ഇന്നൊവേഷൻ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയായിരുന്നു? 8ാം സ്ഥാനമായിരുന്നു. 21 നിതി ആയോഗ് ഇന്നൊവേഷൻ സൂചികയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡാണ്. അതുപോലെ തന്നെ എന്താണ്? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് മണിപ്പൂരായിരുന്നു. അടുത്ത ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോ വനിതാ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ഇന്ത്യക്കാരിയാണ് അന്നു റാണി. അപ്പൊ അന്നു റാണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ ജാവലിൻ ത്രോ ആണെന്ന് അറിഞ്ഞിരിക്കുക. ജാവലിൻ ത്രോ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ലോക അദാലത്ത് നടപ്പിലാക്കിയത് ആരാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ലോക അദാലത്ത് നടപ്പിലാക്കിയത് ആരാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ലോക അദാലത്ത് നടപ്പിലാക്കിയത് രാജസ്ഥാനാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്ന് കണ്ടെത്തിയ 150 ദശലക്ഷം പഴക്കമുള്ള ഫോസിലിന് നൽകിയിട്ടുള്ള പേരെന്താണ്? ഓസി ചിക്രനൈറ്റിസ് സെലൻസ്കി എന്നാണ്. ശ്രദ്ധിക്കുക, ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? 150 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തിയത്. ഈ ഒരു ഫോസിലിന്റെ പേരെന്തായിരുന്നു? ഓസി ചിക്രിനൈറ്റിസ് സെലൻസ്കി എന്നാണ്. ഓസി ചിക്രിനൈറ്റിസ് സെലൻസ്കി എന്നാണ് ഈ ഒരു ഫോസിലിന്റെ പേര്. ഒരു ഫോസിലിന് അങ്ങനെ ആ ഫോസിലിന് എഴുതി നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ പേരിട്ടവന് അടി കൊടുത്താണ്. അപ്പോൾ ആഫ്രിക്കയിൽ എത്യോപ്യയിൽ നിന്ന് കണ്ടെത്തിയതാണ് ഈ 150 ദശലക്ഷം പഴക്കമുള്ള ഈ ഫോസില്. അതിന് കൊടുത്ത പേരാണ് എന്ത്? ഓസി ചിക്രിനൈറ്റിസ് സെലൻസ്കി എന്നല്ലേ. അടുത്തെന്താണ്? ഫോബ്സ് റിയർ ബില്യനേഴ്സ് പട്ടികയിൽ 4ാമതെത്തിയത് ഗൗതം അദാനിയാണ്. 1ാമതുള്ളത് എലോൺ മസ്ക് ആണ് കേട്ടോ. എലോൺ മസ്ക് ആണ്. അതുപോലെ തന്നെ എന്താണ്? ദി ലൈറ്റ് വി ക്യാരി എന്ന പുസ്തകം എഴുതാരാണെന്ന് അറിയാമോ? ദി ലൈറ്റ് വി ക്യാരി എന്ന് പറയുന്ന പുസ്തകം അത് മിഷേൽ ഒബാമയാണ്. ബറാക് ഒബാമയുടെ ഭാര്യയാണ് മിഷേൽ ഒബാമ. മിഷേൽ ഒബാമ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് എന്ത്? ദ ലൈറ്റ് വി ക്യാരി. ദ ലൈറ്റ് വി ക്യാരി. 15ാം കേരള നിയമസഭയിലെ സെക്രട്ടറിയായി നിയമിതനായിട്ടുള്ളത് ആരാണ്? എം ബഷീർ ആണ് കേട്ടോ. 15ാം കേരള നിയമസഭയിലെ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? എം ബഷീർ ആണെന്ന് അറിഞ്ഞിരിക്കുക. 2022 ഗ്ലോബൽ എനർജി പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാണ് കൗശിക് രാജശേഖര എന്നാണ്. 2022 ഗ്ലോബൽ എനർജി പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ അത് കൗശിക് രാജശേഖരയാണ്. കൗശിക് രാജശേഖര. പശ്ചിമ ബംഗാളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം അരാൽ മത്സ്യത്തിന്റെ പേരാണ് എന്ത്? ആരിയോസോമ ബംഗാളൻസിസ്. ആരിയോസോമ ബംഗാളൻസിസ് എന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ആരൽ മത്സ്യത്തിന്റെ പേര്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയും പറഞ്ഞ പോയിന്റുകൾ നമുക്കൊന്നും കൂടി വളരെ പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. നിയമാനുസൃതമല്ലാത്ത റിക്രൂട്ട്മെന്റ്, വിസ തട്ടിപ്പ്, മനുഷ്യക്കടത്ത് എന്നിവ തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ശുഭയാത്ര. മാതൃത്വത്തിന്റെ കവിയത്രി എന്നറിയപ്പെടുന്നതാണ് ബാലാമണിയമ്മ. ബാലാമണിയുടെ അമ്മയുടെ 113ാമത്തെ ജന്മദിനമാണ് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിച്ചത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് ഇന്നൊവേഷൻ അവാർഡ് ലഭിച്ച ആർക്കാണ്? കൈറ്റിനാണ്. BCCIയുടെ എത്തിക്സ് ഓഫീസർ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായിട്ടുള്ളത് വിനീത് സറനാണ്. അതുപോലെ തന്നെ നൂറുൽ ഇസ്ലാം സെന്ററും അതുപോലെ തന്നെ മെഡിസിറ്റിയും നമ്മുടെ നിംസ് മെഡിസിറ്റിയും കൂടി ഏർപ്പെടുത്തിയ 2022 APJ അവാർഡ് നേടിയത് ടെസി തോമസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലെ തീം മ്യൂസിക് ഒരുക്കിയതാണ് മോണ്ടി നോർമൻ. പുള്ളിക്കാരനാണ് അന്തരിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം അയൺ ബാറ്ററി സെൽ വികസിപ്പിച്ചെടുത്ത കമ്പനി എന്ന് ചോദിച്ചാൽ അത് ഓല ഇലക്ട്രിക് ആണ്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത് റെനിൽ വിക്രമസിംഗെയാണ്. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 87 ആണ്. 1ാം സ്ഥാനം ജപ്പാനാണ്. കൂടാതെ
ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യയിലേക്ക് ചീറ്റപ്പുലികളെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നമീബിയാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധന, ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണെങ്കിൽ റെനിൽ വിക്രമസിംഗെ. നിതി ആയോഗിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിൽ 2021 കേരളത്തിന്റെ സ്ഥാനം 8ാമതാണ്, 1ാം സ്ഥാനം കർണാടകയായിരുന്നു. 21 ഇന്നൊവേഷൻ സൂചികയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡാണ്. അതുപോലെ തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് മണിപ്പൂരാണെന്ന് പറഞ്ഞു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ജാവലിൻ ത്രോയിൽ വനിതാ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ഇന്ത്യക്കാരിയാണ് അന്നു റാണി. ആരാണ്? അന്നു റാണി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ലോക അദാലത്ത് നടപ്പിലാക്കിയത് ആരാണ്? രാജസ്ഥാനാണ്. ഡിജിറ്റൽ ലോക അദാലത്ത് നടപ്പിലാക്കിയത് രാജസ്ഥാനാണ്. പിന്നെ എന്ത് പറഞ്ഞു? ആഫ്രിക്കയിൽ കണ്ടെത്തിയ 180 ദശലക്ഷം വഴക്കമുള്ള ഫോസിലിന് നൽകിയിട്ടുള്ള പേരാണ് OC ചക്രിനൈറ്റിസ് സെലൻസ്കി. പിന്നെ എന്ത് പറഞ്ഞു? ഫോബ്സിന്റെ പട്ടികയിൽ 4ാം സ്ഥാനത്ത് ഗൗതം അദാനി, 1ാം സ്ഥാനത്ത് ആരാണ്? നമ്മുടെ എലോൺ മസ്ക് ആണ്. അതുപോലെ തന്നെ ദി ലൈറ്റ് വി ക്യാരി എന്ന പുസ്തകം രചിച്ചത് മിഷേൽ ഒബാമയാണ്. ദി ലൈറ്റ് വി ക്യാരി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് മിഷേൽ ഒബാമ. 15ാം കേരള നിയമസഭയുടെ സെക്രട്ടറി AM ബഷീർ ആണ്. 22 ഗോൾഡൻ എനർജി പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാണ് കൗശിക് രാജശേഖര. പശ്ചിമ ബംഗാളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം അരാൽ മത്സ്യത്തിന്റെ പേരെന്താണ്? ആരിയോസോമ ബംഗാളൻസിസ് അല്ലേ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് ആണ്, ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ടിന് സുനിൽ ഗവാസ്കറുടെ പേരാണ് നൽകിയിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ടിന് ഏത് ഇന്ത്യൻ ക്രിക്കറ്ററുടെ പേരാണ് കൊടുത്തതെന്ന് ചോദിച്ചിട്ട് സച്ചിൻ തെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, രാഹുൽ ദ്രാവിഡ് എന്നൊക്കെ ചോദിക്കും. സുനിൽ ഗവാസ്കറുടെ പേരാണ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ടിന് കൊടുത്തിട്ടുള്ള പേര് ആരുടെയാണ്? സുനിൽ ഗവാസ്കറുടെ പേരാണ് എന്നു അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ അറ്റ്ലാന്റിക് ബില്ല് ലോക്സഭ പാസാക്കി അറ്റ്ലാന്റിക്കിലേക്കുള്ള പര്യവേഷണ സംഘത്തിന് പെർമിറ്റ് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഈ ഒരു അറ്റ്ലാന്റിക് ബില്ല് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇന്ത്യൻ അറ്റ്ലാന്റിക് ബില്ല് എന്ന് പറയുന്നത് എന്താണ്? അത് ലോക്സഭ പാസാക്കിയതാണ് റീസെന്റ് ആയിട്ട്. നമ്മുടെ അന്റാർട്ടിക് ഉണ്ടല്ലോ, അറ്റ്ലാന്റിക് അല്ല, ഇന്ത്യൻ അന്റാർട്ടിക് ബില്ല് എന്നാണ്. ഈ ഒരു ഇന്ത്യൻ അന്റാർട്ടിക് ബില്ല് എന്തിനാണ് ലോക്സഭ പാസാക്കുന്നത്? അന്റാർട്ടിക്കയിലേക്കുള്ള പര്യവേഷണ സംഘത്തിന് പെർമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ അന്റാർട്ടിക് ബില്ല് എന്ന് പറയുന്ന ഒരു ബില്ല് നമ്മുടെ ലോക്സഭ പാസാക്കുന്നത്. 2022 ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നറിയാമോ? ആരാണ്? സാദിയോ മാനെയാണ് കേട്ടോ. നമ്മുടെ സെനഗലിലെ കളിക്കാരനായിട്ടുള്ള സാദിയോ മാനെയാണ് 2022 ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സാദിയോ മാനെ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ട്രിപ്പിൾ ജമ്പിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? എൽദോസ് പോൾ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? എൽദോസ് പോൾ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ മീറ്ററിൽ വെള്ളി നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. 88.13 മീറ്റർ ആയിരുന്നു നീരജ് ചോപ്ര എറിഞ്ഞത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോ എന്ന് കേൾക്കുമ്പോഴും തന്നെ നമുക്കറിയാം നീരജ് ചോപ്രയാണെന്ന് അറിയാം. അടുത്തെന്താണ്? വാനര വസൂരി ലോക ആരോഗ്യ സംഘടന ഒരു ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. കൂടാതെ എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് ഉള്ള ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറി കേട്ടോ. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് ഉള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ദേശീയ പതാക ഇനി രാത്രിയും ഉപയോഗിക്കാമെന്ന് ഫ്ലാഗ് കോഡ് ഭേദഗതി ചെയ്തു. അപ്പോൾ ഫ്ലാഗ് കോഡ് ഇപ്പോൾ ഭേദഗതി ചെയ്തിട്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗ് രാത്രിയും അല്ലെങ്കിൽ രാത്രി നമ്മൾ ഡൗൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ നിലവിലത്തെ ഈ ഒരു കോഡ് അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രാത്രി വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ്. 44ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ മാച്ച് റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് എസ് ബാബുരാജ് കേട്ടോ. 44ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ മാച്ച് റഫറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് എസ് ബാബുരാജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഫൈനലിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയത് ആരെന്നറിയാമോ? അത് സിഡ്നി മക്ലോഫിൻ ആണ്. എന്താണ്? സിഡ്നി മക്ലോഫിൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഫൈനലിൽ ലോക റെക്കോർഡോടുകൂടി സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചാൽ സിഡ്നി മക്ലോഫിൻ ആണ്. അടുത്ത പോയിന്റ് ആണ്, മെക്സിക്കോയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ഹൈ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയാണ് ആര്? ഉണ്ണീരയാണ് കേട്ടോ. അപ്പൊ മെക്സിക്കോയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ഹൈ ജമ്പിൽ സ്വർണം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉണ്ണീരയാണ് ആണെന്ന് അറിഞ്ഞിരിക്കും. ഉണ്ണി മാത്രമല്ല, ഒരു ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഹൈ ജമ്പിൽ സ്വർണം നേടിയ ഒരു ഉണ്ണിയാണ് ആര്? നമ്മുടെ ഉണ്ണീരയാണ് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് ആണ്, കേരളത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗ് ആശുപത്രി വന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗിന്റെ ഹോസ്പിറ്റൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടിലാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വന്നത്. അടുത്ത പോയിന്റ്, എല്ലായിടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന്
KSRTC നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി കേട്ടോ. എന്താണ് ഗ്രാമവണ്ടി? എല്ലാ സ്ഥലങ്ങളിലും ബസ് സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് KSRTC നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഗ്രാമവണ്ടി. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമവണ്ടി പാറശാലയിലെ കൊല്ലയിലാണ് എന്ത് ചെയ്യുന്നത്? ഓടിത്തുടങ്ങിയത് കേട്ടോ. കേരളത്തിൽ ആദ്യത്തെ ഗ്രാമവണ്ടി ഓടിത്തുടങ്ങിയത് എവിടെയാണ്? പാറശാലയിലെ കൊല്ലയിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് മുംബൈ താനെയിൽ നടന്ന ലോട്ടസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത ഏതാണ്? മലാല വിപ്സ് കൊറോണ ഗോ എന്നാണ്. ശ്രദ്ധിക്കുക, മലാല വിപ്സ് കൊറോണ ഗോ എന്ന് പറയുന്ന സിനിമയാണ് മുംബൈ താനെയിൽ നടന്നിട്ടുണ്ടായിരുന്ന ലോട്ടസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുത്ത ഏതാണ്? നമ്മുടെ മലാല വിപ്സ് കൊറോണ ഗോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ രണ്ടാമത്തെ സെറ്റിനകത്ത് പറഞ്ഞ പോയിന്റുകളെല്ലാം നമുക്ക് ജസ്റ്റ് ഒറ്റ പ്രാവശ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് വായിച്ചു പോവാം. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ടിന് സുനിൽ ഗവാസ്കറുടെ പേരാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ അന്റാർട്ടിക് ബില്ല് ലോക്സഭ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അന്റാർട്ടിക്കയിലേക്കുള്ള പര്യവേഷണ സംഘത്തിന് പെർമിറ്റ് കൊടുക്കുന്നതിനാണ് ഈ ഒരു ബില്ല്. അടുത്തെന്താണ്? 2022 ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സാദിയോ മാനെയാണ്, സെനഗലാണ്. ഈ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് എൽദോസ് പോൾ. അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സിൽവർ മെഡൽ, വെള്ളി മെഡൽ നേടുന്ന ജാവലിൻ ത്രോയിൽ നേടുന്ന ആരെന്ന് വെച്ചാൽ നീരജ് ചോപ്രയാണ്. 88.13 മീറ്റർ ആണ്. വാനര വസൂരി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ആഗോള അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന ഒരു ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ദേശീയ പതാക ഇനി എന്ത് ചെയ്യാം? രാത്രികാലങ്ങളിലും ഉപയോഗിക്കാമെന്ന് ഫ്ലാഗ് കോഡ് ഭേദഗതി ചെയ്തു. 44ാമത്തെ ചെസ് ഒളിമ്പ്യാഡ് മാച്ച് റഫറി ആയിട്ട് ബാബുരാജിനെയാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ 400 മീറ്ററിൽ ലോക റെക്കോർഡോടുകൂടി സ്വർണം നേടിയത് ആരാണ്? സിഡ്നി മക്ലോഫിൻ ആണ്. മെക്സിക്കോയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈജമ്പിൽ സ്വർണം നേടിയത് ആരെന്ന് വെച്ചാൽ ഹൈജമ്പില് ഉണ്ണീരയാണു കേട്ടോ. മെക്സിക്കോയിലെ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ണീരയാണ് സ്വർണ്ണ മെഡല് നേടുന്നത് ഹൈജമ്പില്. അടുത്ത കേരളത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗ് ആശുപത്രി വന്ന എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. എല്ലായിടങ്ങളിലും തദ്ദേശ സ്വയംഭരണ വണ്ടിയുടെ സഹായത്തോടെ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി KSRTC ബസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി. ഇത് ആദ്യമായിട്ട് വരുന്നത് പാറശാലയിലെ കൊല്ലയിലാണ്. പിന്നെ മുംബൈ താനെയിൽ നടക്കുന്ന ലോട്ടസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ഏതാണ്? മലാല വിപ്സ് കൊറോണ ഗോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ നിങ്ങൾ 1-2 തവണ റീസെന്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇതിനകത്ത് പറയുന്ന പോയിന്റുകളൊക്കെ നമുക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ചതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പോയിന്റുകളാണ്. അത് 2021 തൊട്ടുള്ള പോയിന്റുകൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊരു 4-5 സീരീസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കറണ്ട് അഫയർ സെഷൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവാം. തീർച്ചയായിട്ടും വളരെ ചെറിയ ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നല്ലപോലെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.